ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 5 മികച്ച ക്രൈം ത്രില്ലർ സിനിമകളെ പറ്റിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആദ്യ സിനിമയാണ് മർഡർ ബൈ നമ്പേഴ്സ്. ഒരു കോളേജിലെ 2 സുഹൃത്തുക്കൾ വളരെ പ്ലാൻ ചെയ്ത് ഒരു പെൺകുട്ടിയെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. അതും കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള എല്ലാ പഴുതുകളും അടച്ച് വളരെ ബ്രില്യൻ്റായ ഒരു മാസ്റ്റർ പ്ലാനാണ് അവർ ഇതിനു വേണ്ടി എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ പോലീസിൻ്റെ അന്വേഷണം ഈ 2 സുഹൃത്തുക്കളുടെ അടുത്തെത്തുന്നു. ഇങ്ങനെ വളരെ ത്രില്ലിംഗ് ആയി കാണിക്കുന്ന ഒരു സിനിമയാണ് മർഡർ ബൈ നമ്പേഴ്സ്. ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് 2002 പുറത്തിറങ്ങിയ ഈ ചിത്രം അന്നത്തെ കാലത്ത് തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു. അടുത്ത സിനിമയാണ് അന്വേഷി. വളരെ വിചിത്രമായൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ 5 മണി കഴിഞ്ഞാൽ ആരും തന്നെ ഇറങ്ങി നടക്കില്ല. ഇതിന് കാരണം ഒരു പഴയ ആശുപത്രിയാണ്. ആ ആശുപത്രിക്ക് തീ പിടിച്ചു. അതിൽ ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനും വെന്തു മരിച്ചു. അതിനുശേഷം രാത്രിയിൽ ആരൊക്കെ ആ ആശുപത്രിയുടെ മുമ്പിലൂടെ നടക്കുന്നുവോ അവരെല്ലാം അടുത്ത ദിവസം മരണപ്പെടും. വളരെ നിഗൂഢമായ ഒരു സ്ഥലമല്ലേ? ഈ ഗ്രാമത്തിലാണ് നമ്മുടെ നായകൻ വന്ന് പെട്ടുപോകുന്നത്. ഒരു CBI ഓഫീസർ ആകണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന അവൻ ഈ ഗ്രാമത്തെ അന്വേഷിക്കുകയാണ്. ഈയിടെ ഇറങ്ങിയതിൽ ഒരു മികച്ച തെലുങ്ക് സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു. മൂന്നാമത്തെ സിനിമയാണ് ദ സീക്രട്ട് ഇൻ ദെയർ ഐസ്. റിക്കാർഡോ എന്നൊരു യുവാവിന് ഇല്യാന എന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭാര്യ ഉണ്ടായിരുന്നു. റിക്കാർഡോ അവൻ്റെ ഭാര്യയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇല്യാനയ്ക്കും. ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് റിക്കാർഡോ വീട്ടിൽ വരുമ്പോൾ മരണപ്പെട്ട് കിടക്കുന്ന ഇല്യാനയാണ് അവൻ കണ്ടത്. റിക്കാർഡോ ആകെ തകർന്ന് അവിടെ വെച്ച് നെഞ്ചുപൊട്ടി കരയുകയാണ്. പിന്നീട് നമ്മുടെ നായകൻ ബെഞ്ചമിൻ ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചത്. ഇതൊരു പക്ക ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. എന്നാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമായത് 20 വർഷം കൊണ്ടാണ്. അവസാനം വളരെ വലിയൊരു ട്വിസ്റ്റൊക്കെ തന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് ദ സീക്രട്ട് ഇൻ ദെയർ ഐസ്. ഒരു സ്പാനിഷ് നോവലിനെ അടിസ്ഥാനമാക്കി 2015 പുറത്തിറങ്ങിയ ഈ സിനിമ ഓസ്കാർ അവാർഡ് വരെ വാരിക്കൂട്ടി. അടുത്ത സിനിമയാണ് വെഞ്ചിഫുൾ ഹേർട്ട്. നമ്മുടെ ഹീറോയിന് ഒരു ഹേർട്ട് സർജറി നടക്കുകയാണ്. മറ്റൊരു പെൺകുട്ടിയുടെ ഹൃദയം അവൾക്ക് മാറ്റിവെക്കുന്നു. പിന്നീട് അവളുടെ ജീവിതത്തിൽ ചില ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. ചില പേടിപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളും കുറേയധികം നിഗൂഢതകളും ട്വിസ്റ്റുകളും ഒക്കെ അടങ്ങിയ ഒരു സിനിമയാണ് വെഞ്ചിഫുൾ ഹേർട്ട്. ഒരു ഹൊറർ എഫക്റ്റൊക്കെ തന്ന് കാണുന്ന പ്രേക്ഷകരെ അവസാനം വരെ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. പ്രതികാരദാഹിയായ ഒരു ആത്മാവിൻ്റെ കഥ ദ വെഞ്ചിഫുൾ ഹേർട്ട് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. അഞ്ചാമത്തെ സിനിമയാണ് ജൂലിയാസ് ഐ. ഒരു അന്ധയായ പെൺകുട്ടി അവളുടെ ചേച്ചിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള കൊലയാളിയെ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. വെറും ആത്മഹത്യ ആണെന്ന് വിശ്വസിച്ച അവളുടെ ചേച്ചിയുടെ മരണം ഒരു കൊലപാതകം ആണെന്ന് ജൂലിയ തെളിയിച്ചെടുക്കുന്നു. അന്ധയായതുകൊണ്ട് തന്നെ കുറേയധികം പ്രശ്നങ്ങൾ അവൾ നേരിടുന്നുണ്ട്. ഈ പറഞ്ഞ 5 സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.